ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നുള്ളതാണ്. അത് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകളെന്ന് പറയുന്നത് ദ ഹെയറഫൻറ്റ്, 3 ഓഫ് സോഡ്സ്, 9 ഓഫ് കപ്സ്, ദ സ്റ്റാർ, ദ ഹാങ്ഡ് മാൻ. ഈ സ്റ്റാർ കാർഡ് ഞാനൊന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അതൊരു നോട്ട് കാർഡ് ആയതുകൊണ്ടാണ്. നമുക്കിപ്പം യൂട്യൂബിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമുക്കത് കാണിക്കാൻ പാടില്ലെന്നുണ്ട്. അതുകൊണ്ടാണ് അത് മറച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദ ഹെറഫൻറ്റ് എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, അവൻ അല്ലെങ്കിൽ അവൾ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയി കാണുന്നുണ്ട്. മാരേജ് കമ്മിറ്റ്മെൻറ്റ്, ട്രഡീഷണൽ വേയിലേക്കുള്ള ചിന്തകൾ ഉണ്ടാകാം. സൊസൈറ്റി അപ്രൂവൽ, ഫാമിലി ഇൻവോൾവ്മെൻറ്റ് എന്നിവയും മനസ്സിലുണ്ടാകാം എന്നാണ് പറയുന്നത്. 3 ഓഫ് സോഡ്സ് പറയുന്നു, പക്ഷേ ഹൃദയത്തിൽ പെയിനുണ്ട്. പഴയ ഒരു വേദന, തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ കൊണ്ടുള്ള ഹേർട്ട് എപ്പോഴും ക്യാരി ചെയ്യുന്നു. അതായത് പണ്ടുള്ള ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു പേടിയും അന്ന് നടന്ന സംഭവങ്ങളെ പറ്റിയുള്ളൊരു വേദനയും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മനസ്സിലുണ്ട് എന്നാണ് 3 ഓഫ് സോഡ്സ് കാണിക്കുന്നത്. അന്ന് ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, ഒരു ഹൃദയത്തിലേക്ക് 3 വാളുകൾ കുത്തി ഇറക്കിയ പോലെയുള്ള, അപ്പോൾ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു മൈൻഡിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നിങ്ങൾ അവർക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് പോലെയാണ്. ഫീലിങ്സ് ഉണ്ടെന്ന് ക്ലിയറാണ്. അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ സ്റ്റാർ ആണ്. ഹോപ്പ് ഇപ്പോഴും ഉണ്ട്. റിലേഷൻഷിപ്പ് ഹീലാവണം, വീണ്ടും ശരിയാവണം എന്ന ജെന്യുവിൻ ആഗ്രഹവും നിങ്ങളുടെ പാർട്ട്ണർക്കുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്നത് ഹാങ്ഡ് മാനാണ്. ഇപ്പോൾ ആക്ഷൻ സ്ലോയാണ്, വെയിറ്റിംഗ് മോഡാണ്. സിറ്റുവേഷൻസിന് മറ്റൊരു പെർസ്പെക്റ്റീവിൽ കാണാൻ ശ്രമിക്കുന്നു. ഡിസിഷൻ ഡിലേ ചെയ്യുന്നതായി തോന്നുന്നു. അതായത് ഓവറോൾ എനർജി എന്ന് പറയുന്നത് ലവ്, സ്നേഹം എല്ലാം ഉണ്ട്, കമ്മിറ്റ്മെൻറ്റ് ചിന്തയും ഉണ്ട്. പക്ഷേ ഹേർട്ട് കൊണ്ടുള്ള പോസാണ്. ഹീലിംഗ് ഫേസിലാണ് റിലേഷൻഷിപ്പ്. പേഷ്യൻസ് വേണമെന്നാണ് ഇത് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹവും ലവും എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ കൂടെയുള്ള സമയത്ത് അവർക്ക് ഭയങ്കര ഒരു ഫുൾഫിൽമെൻ്റ് ആണെന്നും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വേണമെന്നും എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ തമ്മിലുള്ള ഒരു പഴയകാല ഒരു വഴക്കോ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുള്ളിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇനി നാളെയും അതങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളൊരു തോട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ എടുക്കാനായിട്ട് കുറച്ച് ഡിലേ വരുന്ന ഒരു ഫേസാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.